ഹലോ ഹായ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോളിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു മൊഡ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ പ്രോപ്പർട്ടി റെൻ്റൽ ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമ്മളൊരു പ്രോപ്പർട്ടി കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് പ്രോപ്പർട്ടി കണ്ടുപിടിച്ചാൽ അത് മാർക്കറ്റ് ചെയ്ത് ടെനൻറ്റിനെ കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ച് ഈ ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ തീർച്ചയായിട്ടും അടുത്തത് വേണ്ടത് ഒരു പ്രോപ്പർട്ടി ഓണറെ കോൺടാക്ട് ചെയ്യുമ്പോൾ, അതായത് നമുക്കൊരു പ്രോപ്പർട്ടി നമ്മൾ ഓൺ ബോർഡ് ചെയ്യുന്നേക്കാൾ മുമ്പ് ഒരു പ്രോപ്പർട്ടി ഓണറെ വിളിച്ച് സംസാരിച്ചിട്ട് വേണമല്ലോ നമ്മൾ ലിസ്റ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ടെനൻറ്റിനെയും വിളിക്കണമല്ലോ. അപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു പ്രോപ്പർട്ടി ഓണറെ വിളിക്കുകയാണെങ്കിലും ടെനൻറ്റിനെ വിളിക്കുകയാണെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് സംസാരിക്കുന്ന കുറച്ച് രീതികളും കുറച്ച് ഗൈഡ് ലൈനുകളും ഇതിനകത്തുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് എന്നാൽ നമുക്ക് പ്രോപ്പർട്ടി ഓണേഴ്സിനെയും കുറേ കോൺടാക്ട്സ് ഒക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പ്രോപ്പർട്ടി ഓണർ എന്ന് വിളിച്ചാലോ. നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്ന കാര്യം ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കുകയാണ്. അതായത് നമുക്കൊരു പ്രോപ്പർട്ടി ഓണർ ഉണ്ട് എന്നെങ്കിൽ, അതായത് ഒരു പുതിയ പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുക്കാനുള്ള ഒരു പ്രോപ്പർട്ടി മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട് നമ്പർ ലഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഓണറെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സർവീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി ഓൺ ബോർഡ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് റെൻ്റ് ഔട്ട് ചെയ്യാനായിട്ട്. സോ നിങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് റെൻ്റ് ഔട്ട് ചെയ്യണം. നിങ്ങളത് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞു, ആ പ്രോപ്പർട്ടി റെൻറ്റിന് എടുക്കാൻ ആഗ്രഹമുള്ള ഒരു ടെനൻറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ആ ടെനൻറ്റിനോട് സംസാരിക്കുന്നത്, ആ ടെനൻറ്റിനോട് സംസാരിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് രീതികളുമാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ആദ്യം പ്രോപ്പർട്ടി ഓണറിലേക്ക് തന്നെ പോകാം. ലെറ്റ്സ് സേ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി ഓണറെ കോൺടാക്റ്റ് ലഭിച്ചു, അതായത് ഇപ്പോൾ പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഓണറെ കോൺടാക്ട് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുക. എന്നാൽ ആ ഒരു പ്രോപ്പർട്ടി ഓണറുടെ നമ്പർ നമ്മൾ സേവ് ചെയ്തതിന് ശേഷം വാട്സാപ്പിൽ ഞാനിവിടെ സൈഡിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന, ഇപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഓണേഴ്സൊക്കെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും, നമ്മൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്ന ഒരു രീതിയൊക്കെ വേറെയാണ്. പക്ഷേ ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ച് ഇത് തുടങ്ങുന്ന ആളുകൾക്ക് ആർക്കും ഒരു പ്രോപ്പർട്ടി ഓണർ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് ഏത് സിനാരിയോയിലാണ് നമ്മളിപ്പോൾ ഇത് പഠിക്കാൻ പോകുന്നത്, ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളുടെ രീതിയിലാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രോപ്പർട്ടി ഓണർ നമ്പർ ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ വാട്സാപ്പിൽ വന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മുടെ വാട്സാപ്പിൽ ആ പ്രോപ്പർട്ടി ഓണർക്ക് നമ്മളൊരു മെസ്സേജ് അയക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാൻ അയക്കുന്നത് ഒരു ചെറിയൊരു EDM, അതായത് ഒരു ചെറിയൊരു പോസ്റ്റർ ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ റിയൽട്ടർ ഹാദി എന്ന് പറഞ്ഞ ആളാണ്, എൻ്റെ സർവീസ് ഇതാണ്, ഞാൻ കൊച്ചിയിൽ ഇത്ര കാലമായിട്ടുണ്ട്, ഇതാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു EDM സൈഡിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ സർവീസിനെ കുറിച്ചും എൻ്റെ ഡെലിവറിബിൾസിനെ കുറിച്ചും ഞാൻ എത്ര സമയത്തിനുള്ളിൽ സർവീസ് ചെയ്യുമെന്നതിനെക്കുറിച്ചും ഞാനിവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എത്ര രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് അതും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രോപ്പർട്ടി ഓണർക്ക് ഞാൻ ആദ്യം വാട്സാപ്പിൽ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ കാരണം ചിലപ്പോൾ വാട്സാപ്പിൽ എല്ലാവരും റെസ്പോണ്ട് ചെയ്യണമെന്നില്ല, എന്നാൽ പോലും നമ്മളിത് ആദ്യം അയച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ EDMഉം നമ്മുടെ സർവീസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി ഓണറെ വിളിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രോപ്പർട്ടി ഓണറെ വിളിക്കുന്ന സമയത്ത്, അതായത് വീട് വാടകയ്ക്ക് കൊടുക്കാൻ റിക്വയർമെൻ്റ് ഉള്ള ഒരാളെ വിളിക്കുന്ന ആ ഒരു വേളയിൽ അദ്ദേഹത്തിന് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി റെൻ്റൽ സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു കോളിൽ അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ സർവീസ് ഡെലിവറിബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ആക്ച്വലി പുള്ളിക്ക് ചെയ്തു കൊടുക്കാൻ പോകുന്നത്, അതൊരു കാര്യം. ഇത് ചെയ്തു കൊടുക്കുന്നത് എത്ര സമയത്തിനകത്താണ് നിങ്ങൾ അഷ്യോർഡായിട്ട് ഇത് ചെയ്തു തരാൻ പോകുന്നത് എന്നുള്ളതാണ് പിന്നെ അറിയേണ്ട ഒരു കാര്യം. അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാണ് ഇത് ചെയ്യുന്നതിന് കമ്മീഷനിങ് ചാർജസ് ആയിട്ട് നിങ്ങൾ ഈടാക്കാൻ പോകുന്നത്. ഈ 3 കാര്യങ്ങളാണ് ബേസിക്കലി പുള്ളിക്ക് അറിയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു കോൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ EDMൽ അയച്ച പോലെ നമ്മളൊരു പ്രോപ്പർട്ടി ഓണറെ കോൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ ഒരു പ്രോപ്പർട്ടി ഓണറെ കോൾ ചെയ്യുന്ന എന്ന് വിചാരിക്കുക. സോ ഞാൻ ഒരു ഫോൺ വിളിക്കുകയാണ്. ഹലോ, ഞാൻ റിയൽട്ടർ ഹാദിയാണ് സംസാരിക്കുന്നത്. സാറിൻ്റെ ഒരു പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്യാനുള്ള ലിസ്റ്റിംഗ് കണ്ടിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യുകയാണ് സാറിനെ. സോ സാറിൻ്റെ പ്രോപ്പർട്ടി ഇപ്പോൾ അവൈലബിൾ ആണോ? എനിക്കൊരു സർവീസ് അവൈലബിൾ ആണ്. എൻ്റെ സർവീസ് ഇന്ന പോലത്തെ സർവീസാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എൻ്റെ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 45 ദിവസത്തിനുള്ളിലാണ് സാറിൻ്റെ പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്ത് തരിക. എനിക്ക് 2 രീതിയിലുള്ള സർവീസ് ഉണ്ട്. പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് സർവീസും ഉണ്ട്, പ്രോപ്പർട്ടി റെൻ്റൽ സർവീസും ഉണ്ട്. സോ സാറിന് ഒരു പ്രോപ്പർട്ടി റെൻ്റൽ സർവീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 45 ഡേയ്സിനുള്ളിൽ സാറിന് എനിക്ക് പ്രോപ്പർട്ടി റെൻ്റ് ഔട്ട് ചെയ്ത് തരാനായിട്ട് സാധിക്കും. ഇതൊക്കെയായിരിക്കും എൻ്റെ ഡെലിവറിബിൾസ് വരുന്നത്. സാർ ഇത് ചെയ്യുന്നതിന് എൻ്റെ ചാർജസ് ഇത്ര രൂപയാണ് എൻ്റെ ചാർജസ് വരുന്നത്. സോ ഈ കാര്യങ്ങൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പല ആളുകളും പറയുമ്പോൾ പല രീതിയിലായിരിക്കും അവർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക, പല രീതിയിലായിരിക്കും അവർ സ്ക്രിപ്റ്റ് ഉണ്ടാവുക. ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ചില ആളുകൾക്ക് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, ചില ആളുകൾക്ക് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാനായിരിക്കും താല്പര്യം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അടുത്തതായിട്ട് പ്രോപ്പർട്ടി ഓണർ എന്താ നോക്കാൻ പോകുന്നത്. ഓക്കെ ഫൈൻ, നിങ്ങളുടെ ഡീറ്റെയിലൊക്കെ എനിക്കൊന്ന് വാട്സാപ്പിലായിരിക്കും. സാർ ഞാൻ അയച്ചിട്ടുണ്ട്, എൻ്റെ അടുത്തൊന്ന് തിരിച്ച് സാർ ഒന്ന് റീപ്ലൈ പറഞ്ഞോളൂ നോക്കിയിട്ട്. ചില ഓണേഴ്സ് പറയും ഞാൻ ഓക്കെയാണ്, നിങ്ങളുടെ ചാർജസ് എനിക്ക് ഓക്കെയാണ്, നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറയും.
അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പ്രോപ്പർട്ടീനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിലൊക്കെ ഓണറുമായി ചോദിച്ചറിയണം. ആ ചെക്ക് ലിസ്റ്റ് ഞാൻ മെറ്റീരിയലിൻ്റെ കണ്ടൻറ്റിൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാം, ഒരു പോർട്ടലിൽ കയറുമ്പോൾ തന്നെ ഇത്രയും ചെക്ക് ലിസ്റ്റുകളുണ്ട്. അതായത് ഒരു വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എത്ര മുറിയുള്ള വീടാണെന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഫർണിഷിങ് സ്റ്റാറ്റസ്, അത് ഫർണിഷ്ഡ് വീടാണോ അൺഫർണിഷ്ഡ് ആണോ എന്ന് അറിയണം. ഇനി ഫേർണിഷ്ഡ് ആണെങ്കിൽ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് അതിനകത്ത് നിന്നുണ്ടെന്ന് അറിയണം. അപ്പോൾ സെമി ഫർണിഷ്ഡ് ആണെങ്കിൽ എന്തൊക്കെയാണ് വരുന്നത്, എത്രയാണ് അതിൻ്റെ വലിപ്പം, നീട്ടം അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് വരുന്നതെന്ന് നമുക്കറിയണം. ലൊക്കേഷൻ എവിടെയാണ്, കമ്മ്യൂണിറ്റി എവിടെയാണ്, ഏത് ഫ്ലോറിലാണ് നിൽക്കുന്നത്, അതുപോലെയുള്ള എല്ലാ എൻ്റയർ ഡീറ്റെയിൽസും നമുക്കറിയണം. അപ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഞാൻ തന്ന റെഫറൻസിലൂടെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഒരു ചെക്ക് ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പോൾ പ്രോപ്പർട്ടി ഓണർ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ബേസിക് ഡീറ്റെയിൽ ഒക്കെ തരുമ്പോൾ അടുത്ത് നമ്മൾ ആവശ്യപ്പെടേണ്ടത് ഈ പ്രോപ്പർട്ടി എപ്പോഴാണ് എനിക്കൊന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ് അടുത്ത് ആവശ്യപ്പെടേണ്ടത്. കാരണം നിങ്ങൾ ഇത് മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഈ ഒരു പ്രോപ്പർട്ടി കാണാതെ ഒരിക്കലും മാർക്കറ്റ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഈ ഒരു പ്രോപ്പർട്ടീനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോപ്പർട്ടി നോക്കി വരുന്ന ഒരു ടെനൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഫ്ലോറിൽ പോയി കറക്റ്റ് ഫ്ലാറ്റിൽ പോയി അത് തുറന്ന് ഇന്ന പോലെയാണ് കാര്യങ്ങൾ എന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും പ്രോപ്പർട്ടി ആദ്യം പോയി നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കണം. സോ എല്ലാ ഓണേഴ്സും നല്ല ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓണർ നേരിട്ട് വരും, ചിലപ്പോൾ ഒരു കെയർ ടേക്കർ കയ്യിലായിരിക്കും കീ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുക. സോ ഈ പ്രോപ്പർട്ടി പോയി കാണുക, കറക്റ്റായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് എടുക്കുക. ഈ ചെക്ക് ലിസ്റ്റ് എടുത്തതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യാനായിട്ട്. സോ ഈ ഒരു പ്രോപ്പർട്ടി പോർട്ടലിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലിസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓണറോട് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു ലിസ്റ്റിംഗ് വേളയിൽ എത്ര രൂപയാണ് റെൻ്റൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടെനൻസി പീരീഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷം കറക്റ്റ് എൻ്റയർ ആക്യുറേറ്റ് ഡീറ്റെയിൽ എടുത്തിട്ടായിരിക്കണം നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നതും ഈ ഒരു പ്രോപ്പർട്ടീനെ കുറിച്ച് ഒരു പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെനൻറ്റിനോട് സംസാരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രോപ്പർട്ടി ഓണറായിട്ട് സംസാരിക്കുന്നത്. സോ നമുക്കൊരു പ്രോപ്പർട്ടി കിട്ടിയെന്ന് നിങ്ങൾക്ക് കരുതുക, നിങ്ങൾ ലിസ്റ്റ് ചെയ്തു, എല്ലാ ചെക്ക് ലിസ്റ്റും ഡീറ്റെയിലൊക്കെ ആയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ മാർക്കറ്റ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് ലീഡുകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ലീഡ് നിങ്ങളെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ലീഡ് വന്ന സമയത്ത് വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വെച്ച് നമ്മൾ മാർക്കറ്റ് ചെയ്ത് നമുക്ക് ലഭിച്ച ഈ ഒരു ലീഡിനെ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് വാട്സാപ്പിൽ അവരെ ആഡ് ചെയ്തുകൊണ്ട് വാട്സാപ്പിൽ നമുക്ക് ആദ്യം ഈ ഒരു പ്രോപ്പർട്ടിയുടെ എൻ്റയർ ഡീറ്റെയിൽസും ലിസ്റ്റിങ്ങിൻ്റെ ലിങ്കും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടി ആ ഒരു ടെനൻറ്റിനെ വിളിക്കുകയാണ്. അപ്പോൾ വിളിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു എൻക്വയറി നമ്മുടെ ഇന്നൊരു എ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിക്ക് ലഭിച്ചിരുന്നു, അതിനടിസ്ഥാനപരമായിട്ടാണ് കോൾ വിളിക്കുന്നത്. നിങ്ങളൊരു പ്രോപ്പർട്ടി നോക്കുന്നുണ്ടോ, നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും അവിടെ ഒരു കുറച്ച് കോൺവെർസേഷൻ എക്സ്ചേഞ്ചുകൾ ഉണ്ടായിരിക്കും. എന്തൊക്കെയായിരിക്കും അത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവും. എനിക്ക് വേണ്ടത് ഒരു 2 BHK അപ്പാർട്ട്മെൻ്റ് ആണ്. അത് കണ്ടപ്പോഴാണ് ഞാൻ ഒരു ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്തത്. സോ എനിക്കത് ഇഷ്ടപ്പെട്ടു. എപ്പോഴായിരിക്കും ആ പ്രോപ്പർട്ടി കാണാനായിട്ട് സാധിക്കുക? എനിക്കതിൻ്റെ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റുമോ എൻ്റെ വാട്സാപ്പിൽ? സോ അടുത്ത് ചോദിക്കുന്ന ചോദ്യം, എത്രയാണ് റെൻ്റൽ കറക്റ്റ് വരുന്നത്? ഇത് നെഗോഷ്യബിൾ ആണോ? എത്ര കാലമായിരിക്കും ഇതിൻ്റെ ടെനൻസി പീരീഡ് വരുന്നത്? അതുപോലെ തന്നെയുള്ള ബേസിക് കാര്യങ്ങളായിരിക്കും. അതായത് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വീടിൻ്റെ സൈസ് മുതൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളായിരിക്കും മോസ്റ്റ്ലി ഒരു ടെനൻറ്റ് നിങ്ങളുടെ അടുത്ത് ക്ലിയർ ആയിട്ട് ആവശ്യപ്പെടുക. നമ്മളൊരു ലിസ്റ്റിങ്ങിൽ ടെനൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മളായിട്ട് ഒന്നുകൂടെ ക്രോസ് വെരിഫൈ ചെയ്യും. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് നമ്മുടെ കയ്യിൽ റെഡി ആയിരിക്കണം. ഒരു ടെനൻറ്റിനെ അല്ലെങ്കിൽ ഒരു ലീഡിനോട് സംസാരിക്കുന്ന സമയത്ത് ഇത്രയും ഇൻഫർമേഷൻസ് നമ്മുടെ കയ്യിൽ വളരെ ക്ലിയർ ആയിട്ട് ഉണ്ടാവണം. സോ ഇന്നപോലുള്ള കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഞാൻ എൻ്റെ സ്ക്രീനിൽ സൈഡിൽ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടെനൻറ്റ് വാട്സാപ്പിൽ നമ്മൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽ അയച്ചു കൊടുക്കുന്നു. ഇത് ഞാൻ മെറ്റീരിയൽ കണ്ടൻറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടും എടുത്ത് വെക്കാം. ഞാൻ എങ്ങനെയാണ് ഒരു ടെനൻറ്റിന് ഫസ്റ്റ് മെസ്സേജ് വാട്സാപ്പിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നോക്കി നിങ്ങൾ ആ പ്രോപ്പർട്ടിയുടെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു. പ്ലസ് അതിൻ്റെ താഴെ ഇന്ന പോലെയാണ് പ്രോപ്പർട്ടിയുടെ സ്പെസിഫിക്കേഷൻ വരുന്നത്. താഴെ അതിൻ്റെ റേറ്റ്സ് എത്രയാണ്, ടെനൻസി പീരീഡ് എത്രയാണ്, നമ്മുടെ കമ്മീഷൻ ചാർജസ് എത്രയാണ്, ഇതെല്ലാം നമ്മളിവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. വേറൊരു കാര്യം കൂടെ, ടെനൻറ്റിനോടായാലും ഓണറോടായാലും സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു സർവീസ് കൊടുക്കുന്നതിന് എത്ര രൂപയാണ് നിങ്ങൾ കമ്മീഷൻ ചാർജസ് ആയിട്ട് ഈടാക്കാൻ പോകുന്നത്, എത്രയാണ് നിങ്ങളുടെ സർവീസ് ചാർജ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ആദ്യമേ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ പ്രോപ്പർട്ടി ഓണറായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ടാക്കുക. അതായത് എൻ്റെ കമ്മീഷനിങ് ചാർജസ്, എൻ്റെ ഡെലിവറബിൾസും എൻ്റെ സർവീസ് ഇതാണ്, സാറിന് ഞാൻ തരുന്നുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേരും കമ്മ്യൂണിറ്റിയുടെ പേരും ഫ്ലാറ്റിൻ്റെ നമ്പറും ആഡ് ചെയ്തുകൊണ്ട് ചെറിയൊരു, ഇപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ വലിയൊരു സംഭവമായിട്ടൊന്നും പോകണം, ചെറിയൊരു എക്സലിലോ അല്ലെങ്കിൽ ചെറിയൊരു PDF നിങ്ങൾക്ക് അത് കറക്റ്റായി ടൈപ്പ് ചെയ്ത് ഒരു ലെറ്റർ പാഡിൽ ടൈപ്പ് ചെയ്യുന്ന പോലെ വളരെ ക്ലീൻ ആയിട്ട് അത് ടൈപ്പ് ചെയ്തുകൊണ്ട് ഇത്ര രൂപയാണ്, ഇന്നാണ് ഞാൻ സാറിനെ എൻഗേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് സാറിന് ഒരു വാട്സാപ്പിലോ അല്ലെങ്കിൽ മെയിലിലോ അയച്ചു കൊടുക്കുക. കാരണം ഒരു ബെറ്റർ അക്കൗണ്ടബിലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൽ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെ അധികം ഡിസ്പ്യൂട്ടോ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റുകളോ ഒന്നും വരില്ല. അപ്പോൾ ആദ്യമേ ടെനൻറ്റിനും അയച്ചു കൊടുക്കുക.
നമ്മുടെ സർവീസ് ഇതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇത്രയാണ് എൻ്റെ ചാർജസ്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. സോ ഈ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റിയിലൂടെ വേണം ഈ ഒരു ബിസിനസ്സിൽ കടന്നു പോകാനായിട്ടും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സോ എങ്ങനെയാണ് ഒരു പ്രോപ്പർട്ടി ഓണറെ വിളിക്കുന്നത്, എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയാണ് ടെനൻറ്റിനെ കോൺടാക്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഷെയർ ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടി കിട്ടിയാൽ അത് മാർക്കറ്റ് ചെയ്യാൻ പഠിച്ചു, അപ്പോൾ പ്രോപ്പർട്ടി ടെന്നോട് സംസാരിക്കാനും പഠിച്ചു, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇതൊക്കെ നിങ്ങൾ ട്രയൽ ആൻഡ് എററിലൂടെ വേണം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും. തീർച്ചയായിട്ടും നമ്മളിത് ചെയ്താണ് നമ്മുടേതായ ഒരു രീതി നമുക്ക് ആക്ട് ആവുക. പക്ഷേ ഞാൻ പറയുകയാണ്, ഇതിൻ്റെ ഒരു റോഡ് മാപ്പാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു പ്രോപ്പർട്ടി ഓൺ ബോർഡ് ചെയ്ത് കഴിഞ്ഞു, ഒരു ടെനന്റിനെ നമുക്ക് കിട്ടി. നമ്മളിപ്പോൾ സൈറ്റ് വിസിറ്റിൻ്റെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ശേഷം ഈ പ്രോപ്പർട്ടി ടെനൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൈറ്റ് വിസിറ്റാണ് നമ്മൾ അടുത്ത് അറേഞ്ച് ചെയ്യേണ്ടത്. സോ ആ ഒരു മൊഡ്യൂൾ നമ്മൾ അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്ത് താഴെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അടുത്ത ഒരു മൊഡ്യൂളായിട്ട് പിന്നെയും കാണാം. ബൈ.